السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചതും അവരൊന്നാകെ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ അവൻ തൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പനയ്ക്ക് ധിക്കാരം പ്രവർത്തിച്ചു എന്ന കാര്യം പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു ചോദിച്ചത്, അവനെയും അവൻ്റെ സന്താനങ്ങളെയുമാണോ എനിക്ക് പുറമെ എന്നെ കൂടാതെ നിങ്ങൾ രക്ഷാധികാരികളാക്കുന്നത്? അവരാകട്ടെ നിങ്ങൾക്കുള്ള ശത്രുവുമാണ്. അക്രമികളായ ആളുകൾ പകരം സ്വീകരിച്ചവർ എത്ര ചീത്തയാണ് എന്നിങ്ങനെ പിശാച്ചിനെയും അവൻ്റെ കൂട്ടാളികളെയും രക്ഷാധികാരികളും മിത്രങ്ങളുമൊക്കെ ആക്കുന്നതിനെ അതിഗൗരവത്തോടുകൂടി താക്കീത് ചെയ്ത വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ 50-ാം സൂക്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത്, മാ അഷ്ഹത്തുഹും, ഞാൻ അവരെ സാക്ഷി നിർത്തിയിട്ടില്ല. അഷ്ഹദ സാക്ഷി നിർത്തി, യുഷ്ഹിദു അഷ്ഹത്തു ഞാൻ സാക്ഷി നിർത്തിയിട്ടില്ല. മാ അഷ്ഹത്തുഹും ഞാൻ അവരെ സാക്ഷിയാക്കിയിട്ടില്ല. അവരെ എന്ന് പറഞ്ഞാൽ ആരെയാണ്? ഈ പിശാചുക്കളെ, ശൈത്താന്മാരെ, ഇബ്ലീസിനെയും അവൻ്റെ കൂട്ടാളികളെയും ഒന്നും ഞാൻ സാക്ഷിയാക്കിയിട്ടില്ല. എന്തിന്? ഖൽഖസ് സമാവാതി വൽ അർദി, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിന്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് ഞാൻ ഇവരെയൊന്നും സാക്ഷിയാക്കിയിട്ടില്ല. വലാ ഖൽഖ അൻഫുസിഹിം, അവരെ തന്നെയും സൃഷ്ടിക്കുന്ന കാര്യത്തിനും, അവരെ തന്നെയും സൃഷ്ടിക്കുന്നതിലും നാം അവരെ എന്ത് ചെയ്തിട്ടില്ല? സാക്ഷിയാക്കി ഉൾപ്പെടുത്തിയിട്ടില്ല. വമാ കുന്തു, ഞാനല്ല, വമാ കുന്തു ഞാനല്ലതാനും, മുത്തഖിദൽ മുദില്ലീന അദുദാ. മുത്തഖിദ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നവൻ. ഇത്തഖദ സ്വീകരിച്ചു, മുത്തഖിദ് സ്വീകരിക്കുന്നവൻ. അപ്പം എന്തായി ടോട്ടൽ അർത്ഥം? വമാ കുന്തു മുത്തഖിദ, ഞാൻ സ്വീകരിക്കുന്നവനുമല്ല. ആരെ? അൽ മുദില്ലീന, വഴിപിഴപ്പിക്കുന്നവരെ. അദല്ല വഴിപിഴപ്പിച്ചു, ദല്ല എന്ന് പറഞ്ഞാൽ വഴി പിഴച്ചു എന്നാണ്. ദല്ല വഴി പിഴച്ചു, അതിൻ്റെ മുതാരി വരെ യദില്ലു എന്നാണ്. ഇത് അദല്ല എന്നാണ്, പിഴപ്പിച്ചു. അതിന് മുതാരി വരുന്നത് യുദില്ലു, പിഴപ്പിക്കുന്നവൻ എന്നുള്ളതിന് എന്ത് പറയും? മുദില്ല്.
മുളില്ല്. നമ്മൾ പല ആളുകളെ കുറിച്ചും പറയാം ലാലും മുളില്ലുമാണ്, ലാലും മുളില്ലുമാണ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം അവൻ സ്വയം പഴച്ചിട്ടുമുണ്ട്, മറ്റുള്ളവനെ പഴപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മുളില്ല് അതിൻ്റെ ബഹുവചന പ്രയോഗമായിട്ട് പറയണം മുളില്ലീന, വഴിപിഴപ്പിക്കുന്നവരെ ഞാൻ സ്വീകരിക്കുന്നവനുമല്ല. ആരായിട്ട്? അദുദൻ. അദുദ് എന്ന് പറഞ്ഞാൽ സഹായികൾ, അഅ്വാൻ, സഹായികൾ. അദുദ്, അദുദ് സഹായി, സഹായികൾ. പല അർത്ഥങ്ങളുണ്ട്. അദുദിന് ശക്തി എന്നർത്ഥം പറയും. അപ്പോൾ ഒന്നുകൂടെ പറയാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ ഞാൻ ഇവരെ സാക്ഷിയാക്കിയിട്ടില്ല. വലാ ഖൽഖ അൻഫുസിഹിം, അവരെ തന്നെയും സൃഷ്ടിപ്പിന്റെ വേളയിലും ഞാൻ അവരെ സാക്ഷിയാക്കിയിട്ടില്ല. വമാ കുന്തു, ഞാൻ അല്ലതാനും മുത്തഖിദൽ മുദില്ലീന, വഴിപിഴപ്പിക്കുന്നവരെ സ്വീകരിക്കുന്നവനുമല്ല. ആരായിട്ട്? അദുദൻ, അഅ്വാനൻ, സഹായികളായിട്ട് സ്വീകരിക്കുന്നവനും അല്ല. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ഈ പിശാചിനെ കൈകാര്യാധികാരികളാക്കുന്ന ആളുകളോട് നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്? പിശാചുക്കൾക്ക് ഇവിടെ എന്ത് കഴിവാണുള്ളത്? നിങ്ങളെന്തിനാണ് എന്നെ കൂടാതെ അവരെ മിത്രങ്ങളാക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മറക്കരുത്. പിശാചിനെ മിത്രങ്ങളാക്കുക എന്ന് പറയുന്നതിൽ ഏറെ ഗൗരവമുള്ള ശിർക്ക് മുതൽക്കുള്ള എല്ലാ കാര്യങ്ങളിലും അവരെ മിത്രങ്ങളാക്കുന്ന രീതി ലോകത്ത് നിലവിലുണ്ട്. അത് മറന്നു പോകരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ തന്നെ മെട്രോ സിറ്റികളിൽ പോലും ഇബാദത്തുകൾ പിശാചിന് നേർക്ക് നേരെ പിശാചിനെ പൂജിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചന നടത്തിയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ സാത്താൻ പൂജ അല്ലെങ്കിൽ സാത്താൻ ആരാധന എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ധാരാളം കിട്ടും. അത് പല ചാനലുകളും അതിൻ്റെ അപകടങ്ങളും അവിടെ നടക്കുന്ന വൃത്തികേടുകളുമൊക്കെ വളരെ കൃത്യമായി തന്നെ മാലോകരെ അറിയിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ്? ഇബാദത്ത് ശൈത്താനെ തന്നെ നേരിട്ട് പൂജിക്കുന്ന ആളുകൾ ഏത് കാലത്തുമുണ്ട്, ഇന്നുമുണ്ട്. ആധുനിക കാലഘട്ടം എന്നൊക്കെ പറയുന്ന കാലത്തും വലിയ വിദ്യാസമ്പന്നരെന്ന് പറയുന്ന വൻകിട മുതലാളിമാരുടെ മക്കളൊക്കെയാണ് പിശാച് പൂജ കേന്ദ്രങ്ങളിലെ നിത്യ സന്ദർശകന്മാർ. കാരണം അവർക്ക് വേണ്ടതെല്ലാം അവിടെ സുലഭമാണ്. മനുഷ്യനാവശ്യമുള്ള എല്ലാ തോന്നിവാസങ്ങളുടെയും കേന്ദ്രമാണ് സാത്താൻ പൂജയുടെ ഇടങ്ങൾ. ജനങ്ങൾക്ക് അതാണല്ലോ വേണ്ടത്. അപ്പം അവിടേക്ക് നിർബാധം ആളുകൾ ഒഴുകിയെത്തും. ഇന്ന് നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഈ വിധത്തിലുള്ള സാത്താൻ പൂജയുടെ കേന്ദ്രങ്ങൾ എന്നൊക്കെ അന്ന് പത്രങ്ങളും മീഡിയകളുമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം ചെകുത്താനെ തന്നെ നേരിട്ട് പൂജിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അങ്ങനെ അവനെ ആത്മമിത്രമായി സ്വീകരിക്കുന്നവരും രക്ഷാധികാരിയായി കാണുന്നവരും ലോകത്തുണ്ട്. അതിൻ്റെ പുറമെ ഇനി സാത്താനെ നേരിട്ട് പൂജിക്കുന്നില്ലായിരിക്കാം. മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും എന്തു ചെയ്യുന്നു? അവൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് മറ്റുള്ളവരെ പൂജിക്കുന്നു. പൂജിക്കുന്നത് ചെകുത്താനെയല്ല, പക്ഷെ ചൈത്താനാണ് അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുന്നത്. എന്തു പറഞ്ഞുകൊണ്ട്? നീ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ നീയൊക്കെ ആരാണ്? നീയൊക്കെ പാപിയാണ്, തരം താഴ്ന്നവനാണ്. പ്രപഞ്ചനാഥൻ എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള ഒരു വ്യക്തിത്വമാണ്. അതിലേക്കൊന്നും നിങ്ങൾക്ക് സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഇടയാളന്മാർക്ക് എല്ലാം നൽകുക, അവർ അള്ളാഹിനോട് നമ്മളെ കാര്യം പറയുക, അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരുക എന്ന വിധത്തിൽ അതാണ് ഏറ്റവും നല്ല രീതി. ഉത്തരം കിട്ടാനും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാനും നമ്മുടെ കാര്യങ്ങൾ സാധിക്കുവാനുമൊക്കെ ഏറ്റവും ഉത്തമ രീതി അതാണ്. അതല്ലാതെ നേർക്കുനേരെ അള്ളാഹുവിനെ ആരാധിക്കലല്ല എന്ന തത്വം ലോകത്ത് ഏത് കാലത്തും സമൂഹങ്ങളുടെ മുമ്പിൽ പിശാച് ഭംഗിയാക്കി തോന്നിപ്പിച്ചിട്ടുണ്ട്. അതാണ് അറേബ്യൻ മുശ്രിക്കുകളൊക്കെ ചെയ്തത്. അവർ നേരിട്ട് ശൈത്താനെ പൂജിച്ചവരല്ല. അവരിങ്ങനെ ഈ നിലക്കാണ് അവരിലെ നല്ലൊരു വിഭാഗം ആളുകളും മഹാന്മാരെയാണ് പൂജിച്ചത്. ലാത്ത, ഉസ്സ, മനാത്ത ഒക്കെ ഓരോ കല്ലുകളോ കേവലം വൃക്ഷങ്ങളോ അല്ല. ലോകത്ത് എന്ത്
പ്രതിമകളുടെയും ഐഡൽസുകളുടെയും വൃക്ഷങ്ങളുടെയും മുമ്പിൽ ആരൊക്കെ പൂജ നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ കേവലം ഒരു കല്ല്, മരം എന്ന നിലക്കല്ല. ആ പ്രതിഷ്ഠകളുടെയൊക്കെ പിന്നിൽ ഒരു ശക്തിയിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. ആ ശക്തിയെയാണ് അവർ പൂജിക്കുന്നത്. ആ ശക്തിയിലേക്കുള്ള അവരുടെ കോൺസെൻട്രേഷൻ കിട്ടാൻ, അവർക്ക് അതിലേക്ക് കൃത്യമായി മനസ്സ് ഏകീകരിക്കാൻ മുമ്പിൽ അവരൊരു പ്രതിമ വെക്കുന്നു എന്നേ ഉള്ളൂ. ആരാധിക്കുന്നത് വാസ്തവത്തിൽ ആ സിമന്റ് പ്രതിമയല്ല, അല്ലെങ്കിൽ ആ കല്ലിനെയല്ല, അല്ലെങ്കിൽ ആ മരത്തെയല്ല. അത് പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി അതിൻ്റെ പിന്നിലുണ്ട്. അതാണിപ്പോൾ അവർ ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും എല്ലാവരുടെയും ഈ രീതിയിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ആളുകൾ ഖബറിനെ പൂജിക്കുന്നുണ്ടെങ്കിൽ ആ ഖബറ് എന്നുള്ള ആ ഒരു കെട്ടിപ്പൊക്കി അതിൻ്റെ കല്ലോ മണ്ണോ ഒന്നും അല്ലല്ലോ. അതിൻ്റെ അകത്തൊരു മഹാത്മാവുണ്ട്. അത് പ്രതിനിധാനം ചെയ്യുന്ന ആ സ്ഥലത്തൊരു മഹാത്മാവുണ്ട്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങൾ പറയാതെ തന്നെ ആ മഹാത്മാവിനെ അറിയാം. ഞങ്ങൾ അതിനു വേണ്ടി അറിവ് നടത്തിയാൽ, അല്ലെങ്കിൽ ജാറം മൂടിയാൽ, അല്ലെങ്കിൽ അവിടെ വിളക്ക് കൊളുത്തിയാൽ, അല്ലെങ്കിൽ അവിടെ പുഷ്പാർച്ചന നടത്തിയാൽ, അല്ലെങ്കിൽ അവിടെ കാണിക്കപ്പെട്ടിയിൽ, കാണിക്ക വഞ്ചിയിൽ, നേർച്ചപ്പെട്ടിയിൽ പൈസ നിക്ഷേപിച്ചാൽ, എന്തുദ്ദേശത്തിനാ ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്, അവിടെ തിരികൊളുത്തുന്നത് എന്നൊക്കെ ആ മഹാത്മാവിനെ അറിയും. ഇങ്ങനെയുള്ള വിശ്വാസക്കാരാണ് സമൂഹത്തിൽ ധാരാളമായിട്ടുള്ളത്. ഇതൊക്കെ ശൈത്താൻ മനുഷ്യനെ പഴപ്പിച്ചു കൊണ്ടുപോകുന്ന മറ്റൊരു രീതിയാണ്. അപ്പോൾ ഒന്നാമത് പറഞ്ഞു, നേർക്ക് നേരെ ശൈത്താനെ പൂജിച്ചുകൊണ്ട് അവനെ മിത്രമാക്കുന്നവർ ലോകത്തുണ്ട്. രണ്ടാമത്തെ വിഭാഗം മറ്റുള്ളവരെ പൂജിക്കുകയും ആരാധിക്കുകയും അവരെയോട് വിളിച്ചു പ്രാർത്ഥിക്കുകയുമാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാനും അള്ളാഹുവിനോട് അടുക്കാനുമുള്ള മാർഗം. അതല്ലാതെ നേരിട്ട് അവനെ ഇബാദത്ത് ചെയ്താൽ കാര്യം കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കൽ ഭംഗിയാക്കി തോന്നിപ്പിക്കുന്ന കാര്യത്തിൽ ശൈത്താൻ അനുസരിക്കുന്ന ആളുകളും ഉണ്ട്. ഇനി മൂന്നാമത്തൊരു വിഭാഗം ആളുകളുണ്ട്. അതാണ് മഹാഭൂരിപക്ഷം ആളുകൾ. അവരൊരു പക്ഷേ ശിർക്കൊന്നും ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷേ അവൻ എന്തു ചെയ്യും? മനുഷ്യനെ ശിർക്ക് ചെയ്യാൻ കിട്ടണില്ലെങ്കിൽ ശൈത്താൻ വിടൊന്നുമില്ല. ഈ ശൈത്താന്റെ പ്രവർത്തനത്തിനുള്ളൊരു പ്രത്യേകത, ആ ചങ്ങാതിക്ക് നിരാശ എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. നിരാശ ഒരിക്കലുമില്ല. അതൊക്കെ നമ്മക്കാ. നന്മ കൽപ്പിക്കുന്നവർക്കാണ് നിരാശ ഉള്ളത്. ഇപ്പം നമ്മളെ കുടുംബത്തിലോ ബന്ധപ്പെട്ട ആളുകളിലോ ഒരു തിന്മ കാണുമ്പോൾ ഒരു തവണ പറഞ്ഞു എന്നിരിക്കും, 2 തവണ പറഞ്ഞു എന്നിരിക്കും. വലിയ ക്ഷമമുള്ളവരാണെങ്കിൽ 3 തവണയൊക്കെ പറഞ്ഞു എന്നിരിക്കും. അപ്പുറം കേൾക്കുന്നില്ലെങ്കിൽ പോയി പണി നോക്കട്ടെ എന്ന്. എന്തപ്പം ഞാൻ ചെയ്യാ, എനിക്കിത് മതി, ഇനി എനിക്ക് പറയാനൊന്നും ആവൂല, അവർ പോണ വഴിക്ക് അവർ പോകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വേഗം പിൻവലിയാണ് ചെയ്യുക. അതേ അവസരത്തിൽ ചെകുത്താൻ അങ്ങനെയല്ല. ശൈത്താൻ അള്ളാന്റെ മുമ്പിൽ തന്നെ അവൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഞാൻ നിന്റെ അടിമകൾ നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ആ വഴിയിൽ ഞാൻ കുത്തിയിരിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഞാൻ അവിടെ ഉണ്ടാകും. ഒരു മനുഷ്യൻ പള്ളിയിൽ പോകാൻ വിചാരിക്കുന്നുണ്ടോ? ഹജ്ജിന് പോകാൻ വിചാരിക്കുന്നുണ്ടോ? സക്കാത്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉമ്മാനി ഉപ്പാനിയൊക്കെ നോക്കണം, അവരെ അനുസരിക്കണം, അതവ് പാലിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടോ? നന്മയുടെ പാതയിലേക്ക് ആരൊക്കെ കാലെടുത്ത് വെക്കുന്നുവോ അവിടെയൊക്കെ ഇടങ്കോലിടാൻ ഞാൻ ഉണ്ടാകുന്നു. എന്നിട്ട് 4 വഴി ഞാൻ സ്വീകരിക്കുന്നതാണ്. ആ മനുഷ്യനെ ആ നല്ല കാര്യത്തിൽ നിന്നാണ് പഴപ്പിക്കാൻ വേണ്ടിയിട്ട് സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം, ഞാൻ അവരുടെ മുമ്പിലൂടെ ചെന്ന് പറഞ്ഞു നോക്കും. സ്വീകരിക്കുന്നില്ലേ? വമിൻ ഖൽഫിഹിം, അവരെ പിന്നുകൂടെ ചെല്ലും. ഞാൻ സ്വീകരിക്കുന്നില്ലേ? ഞാൻ ഒഴിവാവും, നിരാശപ്പെടുന്നില്ല. വഅൻ ഐമാനിഹിം, അവരുടെ വലതുവശത്തുകൂടെ ഞാൻ ചെല്ലും. ശരിയാകുന്നില്ലേ? വഅൻ ശമായിലിഹിം, അവരുടെ ഇടതുവശത്തുകൂടെ ഞാൻ ചെല്ലും. അങ്ങനെ നാനാവിധത്തിലും ഞാൻ പരിശ്രമിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? സുമ്മലാ തജിദു അക്സറഹും ശാകിരീൻ, അവരിലെ മഹാഭൂരിപക്ഷവും നിന്നോട് നന്ദി കാണിക്കാത്ത വർഗമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിൽ ഞാൻ ഏർപ്പെടുക തന്നെ ചെയ്യുമെന്നാണ്. അതാണ് ശൈത്താന്റെ പ്രവർത്തനം. അത്ര ഗൗരവത്തിലുള്ള പ്രവർത്തനമാണ് ശൈത്താൻ നടത്തുക. യാതൊരു നിരാശയും ഒന്നും അവനില്ല. ഒരു വഴി നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കി നോക്കും, സ്വീകരിക്കുന്നില്ലേ, എന്നാൽ വേറൊരു വഴി. അങ്ങനെ നമ്മളെ പഴപ്പിക്കാൻ നന്നായിട്ട് നോക്കും. അവിടെയൊക്കെ ഈമാനികമായ തെളിച്ചം ഹൃദയത്തിൽ കത്തി നിൽക്കുന്നവരെ അടുക്കാൻ ശൈത്താന് പറ്റൂല. അവിടെ അവൻ ഇങ്ങനെ അടിച്ചു പോകും, മാറിപ്പോകും. അതേ അവസരത്തിൽ എത്രത്തോളം ഈമാൻ ദുർബലപ്പെടുന്നോ അവിടെ ശൈത്താനിൻ്റെ സ്വാധീനം കൂടും. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ശൈത്താൻ തന്നെ സമ്മതിച്ചൊരു കാര്യമാണ് അള്ളാഹിൻ്റെ മുമ്പിൽ. അള്ളാഹു തആല ശൈത്താനോട് തന്നെ പറഞ്ഞതാണ്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ യഥാർത്ഥ അടിമകളുടെ മേൽ നിനക്ക് വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയൂല. അത് ശൈത്താനും അള്ളാഹിനോട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഇല്ലാ ഇബാദക്കൽ മുഖ്ലിസീൻ, ഇഖ്ലാസുള്ള നിന്റെ അടിമകളെ ഒഴികെ അവരെ പഴപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല.
അപ്പം ശൈത്താൻ്റെ കുതന്ത്രം വളരെ കഠിനാണ്. ഇത് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഇത് നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം ശൈത്താൻ നമ്മളങ്ങനെ കൊണ്ടുപോകും. പിന്നെ ശൈത്താൻ നമ്മൾ ചെയ്യുന്ന എന്തും നമുക്ക് നന്മയായിട്ട് തോന്നിപ്പിക്കും. അതാണ് ശൈത്താൻ പറഞ്ഞത് ല ഉസൈനന്ന ലഹും എന്നാണ്. ഞാൻ അവർക്ക് എല്ലാം ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുന്നു. അതായത് പിഴച്ചൊരു മനുഷ്യന് ഞാൻ ഇപ്പം തെറ്റിൽ പിഴച്ച് മുങ്ങിത്താണിരിക്കുന്നു എന്ന് തോന്നൂല. ഏത് തെറ്റ് ചെയ്യുന്നവനുണ്ടാവും ഒരു ന്യായീകരണം. എന്ത് തോന്നിയാസം ചെയ്യുന്നവനോട് നിങ്ങൾ ചോദിച്ചു നോക്കി, അവനും ഉണ്ടാവും അതിനെന്ത് ഒരു ന്യായീകരണം ഉണ്ടാവും. അതാരാ കൊണ്ട കൊടുക്കുന്നത്? ശൈത്താൻ. അപ്പം ഇങ്ങനെ ശൈത്താനെ മിത്രങ്ങളാക്കുന്നവരോട് ഞാൻ ചുരുക്കി പറയാണ്. അപ്പം 3 വിധത്തിലുണ്ട്. നേർക്ക് നേരെ അവനെ പൂജിച്ചുകൊണ്ട് മിത്രമാക്കുന്നവർ, അവൻ്റെ കൽപ്പന അനുസരിച്ച് മറ്റുള്ളവരെ ആരാധിച്ച് റബ്ബിൽ പങ്കുചേർക്കുന്ന ആളുകൾ, അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നേർമാർഗത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന, അങ്ങനെ അവനെ മിത്രമാക്കുന്ന ആളുകളുണ്ട്. അപ്പം പിന്നെ നമ്മളെ കൂട്ടുകാരൻ ആരായിരിക്കും? അള്ളാൻ്റെ റസൂലിൻ്റെ നിയമങ്ങളൊന്നും ആയിരിക്കില്ല. പിന്നെ നമുക്ക് ഏറ്റവും ഭംഗിയായി തോന്നുന്ന എൻ്റെ ദേഹേച്ഛയാണ്, ശൈത്താനാണ്. ശൈത്താൻ പറയുന്നിടത്തേക്ക് ഞാൻ അങ്ങനെ പോകും. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ശൈത്താൻ നമ്മളിൽ ആദ്യം പടിയെടുക്കുക എന്താണ്? അള്ളാനെ കുറിച്ചുള്ള ഓർമ്മ നശിപ്പിക്കുകയാണ് ചെയ്യുക. നമുക്ക് കൃത്യമായിട്ട് ചില പ്രിക്കോഷനുകൾ അള്ളാഹു തആല തന്നിട്ടുണ്ട് ശൈത്താനെ പ്രതിരോധിക്കാൻ. മുൻകരുതലുകൾ എടുക്കണം എന്നാണ്. അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുതൽക്ക് നമ്മൾ ഒരു ഡേ ഓണാകുന്ന സമയം മുതൽ ഒരു ഡേ ഓഫാകുന്നത് വരെയുള്ള ഘട്ടങ്ങളിലൂടെ ഈ പ്രിക്കോഷൻ നമുക്കിങ്ങനെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അതെന്താ? രാവിലെ ഒക്കെ എല്ലാം ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കാനും, എന്തൊരു നല്ല കാര്യത്തിൽ ഖുർആൻ ഓതാൻ തുടങ്ങുകയാണെങ്കിൽ വരെ പറഞ്ഞു അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. ഒരുപാട് തവണ നമ്മളോട് സൂറത്തുൻ നാസ് പാരായണം ചെയ്യാൻ പറയുന്നു. പ്രഭാത പ്രാർത്ഥനയിൽ 3 വട്ടം പ്രദോഷ പ്രാർത്ഥനയിൽ പറയുന്നു. 5 നേരത്തെ നിസ്കാരത്തിൻ്റെ പിറകെയും പറയുന്നു. ഇനി ഏതെല്ലാം ഘട്ടങ്ങളിൽ നമ്മൾ പിശാചിനെ നമ്മുടെ ഇണയുമായുള്ള സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്ന വേളയിൽ വരെ ശൈത്താനിൽ നിന്ന് കാവൽ തേടാൻ പറയുന്നു. ഏതൊക്കെ കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ. വീട്ടിലേക്കാണ് കയറുമ്പോൾ ബിസ്മി ചൊല്ലിക്കോ എന്ന് പറയണു. എന്തിനാ? അവന് പ്രിക്കോഷൻ എടുക്കുകയാണ്. ഇവൻ കൂടെ കയറരുത് പരിയിലേക്ക്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലാൻ പറഞ്ഞ് ഇവനെ പ്രതിരോധിക്കാൻ കൂടിയാണ്. അല്ലെ ഇവൻ കൂടെ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞത്. ഇതൊക്കെ അപ്പം ഇത്രത്തോളം ഒരു ശത്രുവായിട്ട് അള്ളാഹ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ട് ആ ശത്രുവിനെയാണോ നിങ്ങൾ എന്നെ കൂടാതെ മിത്രങ്ങളാക്കി സ്വീകരിക്കുന്നത്? ഒരു വശം അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി ഇന്നെന്താ അള്ളാഹ് പറയുന്നത്? ഇനി ഇവർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ഈ ശൈത്താന് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? എന്തെങ്കിലും ആ നിലക്കുള്ള നിങ്ങളെ ഇങ്ങനെ പഴപ്പിച്ചു കൊണ്ടു കിടക്കുക എന്നല്ലാതെ പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും സുന്ദരമോഹനമായ ഓഫറുകളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ തരിപ്പ് കയറ്റി തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ ഇവൻ വളരെ ദുർബലനാണ്. അവൻ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ബിസ്മി കേട്ടാൽ തളർന്നു വീഴുന്നവനാ ശൈത്താൻ. അള്ളാന്റെ നാമം കേട്ട ഓടുന്നവനാവൻ. റബ്ബിന്റെ പേരും അവൻ്റെതും കൂടി യോജിക്കൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ മതി. ഇവൻ തളർന്നു, അവൻ അവിടെ കഴിഞ്ഞു, അവൻ്റെ പണി കഴിഞ്ഞു, അവന് കയറാൻ പറ്റൂല. അല്ലാഹു അക്ബർ എന്ന ശബ്ദം അവന് അരോചകാണ്. അത് കേൾക്കാത്തിടത്തേക്ക് അവന് ഓടുന്നാണ്. ഹദീസിൽ വളരെ വ്യക്തമാണ്. അത്ര ദുർബലനാണ്. ഇന്ന കൈദ ശൈത്വാനി കാന ദഈഫ. തീർച്ചയായും ശൈത്താന്റെ കുതന്ത്രങ്ങളൊക്കെ അതീവ ദുർബലാണ്. പക്ഷെ ആ ദുർബലതയേക്കാൾ, അവൻ്റെ ദുർബലതയേക്കാൾ നമ്മൾ ദുർബലരായാലോ? അപ്പം അവന് കാര്യം എളുപ്പമായി. അപ്പം പിന്നെ അവന് കാര്യം എളുപ്പമായി. പണ്ടേ ദുർബലൻ, പണ്ടേ നമ്മൾ ദുർബലരാണ്. പിന്നെ ആ ദുർബലന് മറ്റേ ദുർബലന് ഇപ്പം നമ്മളെ പഴപ്പിക്കാൻ വല്ല പണിയുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് പറയുന്നത്, ദിക്റുകൾ മുടക്കരുത് എന്ന് പറയുന്നത്. ഞാൻ എന്നോടും നിങ്ങളോടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ദിക്റുകളിൽ ഒരു കാരണവശാലും മുടക്കരുത്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനിടയ്ക്കുള്ള 100 കണക്കിന് ദിക്റുകളുണ്ട്. ഓരോന്നും അർത്ഥവും ആശയവും ഒക്കെ ചിന്തിച്ചുകൊണ്ട് പറയണം. പറയാൻ മറന്നോ വീണ്ടെടുക്കണം. ഒരിക്കലും അത് ഒഴിവാക്കരുത്. കാരണം അത് നമ്മുടെ ആത്മാവിന് രോഗം ബാധിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷനുകളാണ്. അതിന് വേണ്ട ടാബ്ലറ്റ്സുകളാണ്, അതിന് വേണ്ട ഔഷധങ്ങളാണ്. ശരീരത്തിന് രോഗം ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ ചെയ്യുന്നുണ്ട്?
ഇതേപോലെ നമ്മുടെ ആത്മാവ് ദുഷിച്ചു പോകാതിരിക്കാനുള്ള മാർഗങ്ങളാണ് അതൊക്കെ. ഓരോ 3 നേരം 1 ടീസ്പൂൺ വീതം എന്നൊക്കെ പറയണമാതിരി നമുക്ക് 5 നേരം നിസ്കാരവും പിന്നെ ഓരോ സമയങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും ഇതൊക്കെ തർത്തീബിൽ ഇങ്ങനെ അള്ളാഹ് പഠിപ്പിച്ചു തരുന്നത് നമ്മളോടുള്ള റഹ്മത്താണ്. ഇതൊക്കെ ചെയ്തോളിൻ, അല്ലാതെ നിങ്ങൾ ശൈത്താൻ പറഞ്ഞിടത്തേക്ക് പോവല്ലേ എന്ന് നമ്മളോട് പറയുന്നത് ആ കാരുണ്യം കൊണ്ടാണ്. മാത്രമല്ല അവനക്കൊരു കഴിവില്ല. അള്ളാഹ് പറയണം, മാ അശ്ഹത്തുഹും, ഞാൻ അവരെ സാക്ഷിയാക്കിയിട്ടൊന്നുമില്ല. ആകാശഭൂമികളെ സൃഷ്ടിക്കുമ്പോൾ ശൈത്താന്മാരെ നിങ്ങളൊക്കെ വരീൻ, നിങ്ങളൊക്കെ ഒരു സഹായ ഹെൽപ്പ് എനിക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ ഒന്ന് സാക്ഷിയായിട്ട് ഇവിടെ ഉണ്ടാവണം എന്നൊന്നും ഞാൻ അവരാരും വിളിച്ചു വരുത്തി സാക്ഷികളാക്കിയിട്ടില്ല. വലാ ഖൽഖ അൻഫുസിഹിം, അവരെ തന്നെ സൃഷ്ടിക്കുമ്പോൾ മറ്റ് ശൈത്താന്മാരെ വിളിക്കുമെന്ന ബാക്കിയുള്ള നേതാവ് ഇബ്ലീസ് ചെയ്യുക, ബാക്കിയുള്ള എൻ്റെ മക്കളെ മറ്റുള്ളവരൊക്കെ സൃഷ്ടിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അവരെ ആരെയും ഇടപെടുത്തിയിട്ടില്ല. അപ്പം ലോകത്തിൻ്റെ സൃഷ്ടിപ്പിൽ, അതിൻ്റെ നിയന്ത്രണത്തിൽ, അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഖൽഖിലും തദ്ബീറിലും തഖ്ദീറിലും ഒക്കെ വഹ്ദി, ഞാൻ ഒറ്റക്കാണ്. എനിക്കൊരു പങ്കുകാരോ ഒരു സഹായിയോ ഒരു കൂട്ടോ ആരും അതിനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാ വരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഇവർക്ക് കഴിവുണ്ട് എന്ന് വിചാരിച്ച് അവരെ പിന്നാലെ പോകുകയൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് ശൈത്താനും കഴിവില്ല. ശൈത്താൻ നമ്മെക്കൊണ്ട് പ്രേരിപ്പിച്ച് വേറെ ആരെയെങ്കിലും പൂജിക്കാനോ ആരാധിക്കാനോ വിളിച്ചു തേടാനോ ഒക്കെ പറയുന്നുണ്ട്, അവരെ കൊണ്ടും പറ്റൂല. ആർക്കും അതിനുള്ള കഴിവില്ല. ഖൽഖും തദ്ബീറും അഥവാ സൃഷ്ടിപ്പും നിയന്ത്രണങ്ങളുമൊക്കെ എൻ്റെ മാത്രം കഴിവാണ്, എൻ്റെ മാത്രം കുത്തകയാണ്. അതിൽ ഒരാൾക്കും ഒരു ശക്തിയും കഴിവും ഇല്ല. റഹ്മാനായ റബ്ബ് കൃത്യമായി തന്നെ നമ്മളോട് അറിയിച്ചതും വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ അവനത് പറഞ്ഞതുമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാണ്, ഖുൽ അറഅയ്തും, എന്താ നിങ്ങളുടെ അഭിപ്രായം, ശുറകാഅകുമുല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചതാ, മാദാ ഖലഖൂ മിനൽ അർളി, ഭൂമിയിൽ അവർ എന്തിനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഇവിടെ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ചൂണ്ടിയിട്ട് അത് ഇന്ന വ്യക്തി പടച്ചതാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇത് അള്ളാഹുടെ വെല്ലുവിളിയാണ്. ഒരു മഖ്ലൂക്കിനും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയൂല, ഒരു സൃഷ്ടിക്കും കഴിയൂല. ലോകത്ത് ആരൊക്കെ ഉണ്ടാവട്ടെ, ഇതാ ലോകത്ത് കാണുന്ന ഇന്ന ഒരു വസ്തുവിനെ ഇത് ഞങ്ങളുടെ ദേവൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ദേവി അല്ലെങ്കിൽ ഞങ്ങളുടെ ഔലിയ അല്ലെങ്കിൽ ഞങ്ങളുടെ തങ്ങൾ പാപ്പ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന ദിവ്യൻ സൃഷ്ടിച്ചതാണ് എന്ന് പറയാൻ കഴിയില്ല. ഇനി അവർ സൃഷ്ടിച്ചില്ല എന്നുള്ളത് പോകട്ടെ, അംലഹും ശിർക്കുൻ ഫിസ് സമാവാതി, ഇനി അതല്ലെങ്കിൽ ആകാശങ്ങളിൽ വല്ല കൂറും വല്ല പങ്കും അവർക്കുണ്ടോ? അതുമില്ല. ഇതൊക്കെ റഹ്മാനായ റബ്ബിൻ്റെ നിർദ്ദേശപ്രകാരവും കൽപ്പനപ്രകാരവും അവൻ്റെ മാത്രം കഴിവാണ് ഈ സൃഷ്ടിക്കുക നിയന്ത്രിക്കുക എന്നുള്ളത്. അതിൽ ഒരാൾക്കൊരു പങ്കുമില്ല. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വിഡ്ഢിത്തമാണ്. റബ്ബല്ലാത്തവരെ ആരാധിക്കുന്ന പ്രവർത്തനം വിഡ്ഢിത്തമാണ്. ഇത് വിശുദ്ധ ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ റബ്ബിൻ്റെ സൃഷ്ടി വൈഭവത്തെ അവൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിശദീകരിക്കേണ്ടതില്ലാത്തത്ര നമ്മളതൊക്കെ കേട്ടവരാണ്. അപ്പം റബ്ബ് പറയുന്നത് എന്താണ്? ഈ ശൈത്താന്മാർക്ക് ഇവർക്ക് യാതൊരു കഴിവുമില്ല, അവരൊരു കഴിവിനെയും അവർ ഉടമപ്പെടുത്തിയിട്ടില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ വിശദീകരണം കൊടുത്തപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, അള്ളാഹുവിന് പുറമേ നിങ്ങൾ മിത്രങ്ങളായി, എനിക്ക് പുറമേ മിത്രങ്ങളായി സ്വീകരിക്കുന്ന ആളുകളൊക്കെ അബീദുൻ അംസാലുക്കും, അവരൊക്കെ നിങ്ങളെപ്പോലെയുള്ള എൻ്റെ അടിമകളാണ്. ലാ യംലികൂന ശൈഅ, അവർക്കൊരു കഴിവുമില്ല, അവർക്കൊരു കഴിവുമില്ല. അനൽ മുസ്തഖില്ലു, ഞാൻ മാത്രമാണ് സ്വതന്ത്രമായി സ്വന്തമായി ചെയ്തവൻ. ഏത് വിഷയത്തിൽ? ബിഖൽഖിൽ അശിയാഇ കുല്ലിഹാ, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ഞാൻ ഒറ്റക്ക. അവയുടെയൊക്കെ മുദബ്ബിറും മുഖദ്ദിറും വഹ്ദീ, ഞാൻ ഏകനാണ്. ലൈസ മഈ ഫീ ദാലിക ശരീകുൻ വലാ വസീറുൻ വലാ മുശീറുൻ വലാ നളീർ, എനിക്ക് ആ വിഷയത്തിലുള്ളൊരു പങ്കുകാരനോ ഒരു മന്ത്രിയോ ഒരു കൂടിയാലോചനാ സമിതിയോ അതല്ലെങ്കിൽ എനിക്ക് തുല്യനായിക്കൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനൊരാളെയോ എനിക്ക് ആ സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം മുഴുവൻ എൻ്റെ മാത്രം. അതുകൊണ്ട് നിങ്ങളുടെ ഇബാദത്തിൻ്റെ മുഴുവൻ അംശങ്ങളും ആരിലേക്ക് മാത്രമേ വരാൻ പാടുള്ളൂ? എന്നോട് മാത്രം. എന്നെ മാത്രമേ ആരാധിക്കാവൂ, എന്നോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. കാരണം ഖാലിഖിന് മാത്രമേ മറ്റുള്ളവരുടെ ആരാധന കിട്ടാൻ അവകാശമുള്ളൂ. ലോകത്ത് വേറെ ഏതെങ്കിലും ഖാലിഖ് ഉണ്ടെങ്കിൽ നിങ്ങൾ പൂജിച്ചോ,
അത് അള്ളാന്റെ വെല്ലുവിളിയാണ്. എന്നാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ലോകത്തെ ഏതെങ്കിലും ഒരു സൃഷ്ടാവുണ്ട്? ഇല്ല. അതുകൊണ്ട് അത്ര വ്യക്തവും ലളിതവുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ പറയണു, വമാ കുന്തു മുത്തഖിദൽ മുദില്ലീന അദുദാ, ഇത്തരം വഴിപിഴപ്പിക്കുന്ന കക്ഷികളെ സഹായികളായി സ്വീകരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. അതിൻ്റെ ആവശ്യം എന്ത്? ഇത്തരം ഈ ധിക്കാരികളായ ആളുകളെ കൂട്ടുപിടിച്ചിട്ട് ആകാശഭൂമികളുടെ നിയന്ത്രണത്തിലോ മറ്റ് കാര്യങ്ങളിലോ ഒക്കെ അവരെ കൂട്ടുപിടിക്കേണ്ട ഒരു കാര്യം എനിക്കെന്ത്? അങ്ങനെ ചെയ്യുന്നവനല്ല ഞാൻ എന്ന് അള്ളാഹു അവൻ്റെ കഴിവും പിശാചുക്കളുടെ കഴിവ് കേടും നമ്മെ അറിയിച്ച വചനമാണ് 51-ാമത്തെ ഈ ആയത്ത്. മാ അശ്ഹത്തുഹും ഖൽഖസ് സമാവാതി വൽ അർളി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുന്തു മുത്തഖിദൽ മുദില്ലീന അദുദാ. ഈ പൈശാചികമായ ദുർബോധനത്തിന് വിധേയരായിക്കൊണ്ട് ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരാണെന്നും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെന്നും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഒരുപാട് വചനങ്ങളിലൂടെ. ഈ ആളുകളൊക്കെ ഇതിന് പറയുന്ന ന്യായം എന്തായിരുന്നു? ഇവരൊന്നും പടച്ചവന്മാരാണെന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ ഇവരെ ഒന്നും വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. 2 ന്യായങ്ങളായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഒന്ന്, സൂറത്തു സുമറിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഇവരൊക്കെ ലോകം സൃഷ്ടിച്ച സ്രഷ്ടാക്കളാണെന്ന നിലക്കൊന്നുമല്ല ഞങ്ങൾ ആരാധിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവർക്കൊക്കെ ഇബാദത്ത് ചെയ്യുന്നത് എന്തിനാ? ഇല്ലാ ലിയുഖർരിബൂന, ഇവർ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. എവിടേക്ക്? ഇലല്ലാഹി, അള്ളാഹുവിൻ്റെ അടുത്തേക്ക്. സുൽഫ, ഒരടുപ്പിക്കൽ. നമ്മൾ നേരിട്ട് അള്ളാഹെന്ന് വിളിച്ചാൽ അള്ളാഹ് കേൾക്കൂല. അപ്പം നേരിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ കാര്യം കിട്ടൂല. അപ്പം പിന്നെ അള്ളാഹുടെ ഏറ്റവും അടുത്തവരോട് പറയാം. അപ്പം അവർ അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹ് വേഗം കേൾക്കും, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നതിനേക്കാൾ. അപ്പം അതുകൊണ്ട് മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളെയോ അല്ലെങ്കിൽ ആ നിലക്ക് അവർ കാണുന്ന നക്ഷത്രങ്ങളോ താരങ്ങളോ അതിൻ്റെയൊക്കെ പിന്നിൽ അവർ വെച്ചിട്ടുള്ള മഹാത്മാക്കളോ അപ്പന്മാരോ ദേവിമാരോ തങ്ങന്മാരോ അങ്ങനെ ആരൊക്കെ ആവട്ടെ, അള്ളാഹുവിന് പുറമെ പൂജിക്കുന്ന ആരാധിക്കുന്ന കാര്യം എല്ലാം തെറ്റാണ് എന്നുള്ളതിൽ ഒരു വർഗീയതയും ഇസ്ലാമിനില്ല. അവിടെ മാപ്പിള പേരാണെങ്കിൽ ശിർക്ക് കുറവുണ്ട്, മറ്റേ ആണെങ്കിൽ കുറച്ച് കടുത്ത ശിർക്കാണ് എന്നൊന്നുമില്ല. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൗഹീദും ശിർക്കും വേർതിരിയണത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ നിലക്ക് അങ്ങനെ അവരൊരു ന്യായത പറഞ്ഞത് അള്ളാഹിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ. അതുപോലെ വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയാണ്, വയഖൂലൂന, അവരതിന് കാരണം പറഞ്ഞത് എന്താണ്? ഹൗലാ, ഈ ഇക്കൂട്ടരൊക്കെ ശുഫാഉന, ഞങ്ങളുടെ റെക്കമെൻഡുകാരാണ് ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ. ഇവരൊക്കെ അള്ളാഹിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് കാര്യം നേടിത്തരും. അപ്പം നമ്മളാണ് ചെന്നാൽ മതി. ഇവരൊക്കെ അള്ളാഹിൻ്റെ അടുക്കൽ ചെന്നിട്ട് അത് ഇൻ്റെ ആളാണ്, നരകത്തിലിടരുത്, അത് ഇൻ്റെ ആളാണ്, ചോദ്യം ചോദിക്കരുത്, അത് ഇൻ്റെ ആളാണ്, വിചാരണ എളുപ്പാക്കണം, അത് ഇൻ്റെ തരീക്കത്തിലെ മെമ്പറാണ്, മൂപ്പരോട് വല്ലാതെ ചോദിക്കരുത്, ഞാൻ മൂപ്പരുണ്ടെങ്കിൽ ഞാനാണ് സ്വർഗത്തിലേക്ക് പോകില്ല, ഞാൻ എൻ്റെ ആ മുരിതന്മാരെയും കൂട്ടിയിട്ട് ഞാനാണ് പോവുള്ളൂ. ഇങ്ങനെയൊക്കെ വർത്താനം പറയാൻ അവർക്ക് അവിടെ പറ്റും. അങ്ങനെ കുറേ ആൾക്കാർ പരലോകത്തിൽ ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. ഈ പിഴച്ച വിശ്വാസം ഇന്നും നിലനിൽക്കുകയാണ്. അതിന് ട്രാൻസ്ഫോമറിൻ്റെ ഉദാഹരണമൊക്കെ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. അള്ളാഹുവിലേക്ക് നേരിട്ട് അടുത്താൽ നമ്മൾ നശിക്കുകയേ ചെയ്യുള്ളൂ എന്നുള്ളതിന് എന്താ തെളിവ് പറയൽ? നേരിട്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് ബൾബിലേക്കോ ട്യൂബിലേക്കോ ഫാനിലേക്കോ ഒക്കെ നേരെ കണക്ഷനും കൊടുത്താൽ എന്താ സംഭവിക്കുക? പൊട്ടിയാണ് തെറിക്കും, ഫാൻ വർക്ക് ചെയ്യൂല, ട്യൂബ് പൊട്ടിത്തെറിക്കും, ബൾബ് പൊട്ടിത്തെറിക്കും, സംഗതി ഒന്നും നടക്കൂല, ഇരട്ടത്തെറിക്കേണ്ടി വരും. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യൽ? അപ്പം ട്രാൻസ്ഫോമറിൽ നിന്ന് കണക്ഷൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് അതിലിടയ്ക്ക് കുറേ സ്വിച്ച് ബോർഡുകളും വയറുകളും വള്ളികളുമാകുന്ന കുറേ ഇടയ വസ്തുക്കൾ ഉണ്ടായിട്ടാണ് ഇങ്ങോട്ട് കറണ്ട് കിട്ടുന്നത് എന്നാണ്. ആ വള്ളികളും സ്വിച്ച് ബോർഡുകളൊക്കെ നമുക്കാര്? ഔലിയാക്കന്മാർ. അപ്പം ആദ്യം നമ്മൾ അതിലൂടെയൊക്കെ അടുക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നതാണ് ഇവർ സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് ക്ലിക്കാവണ ഉദാഹരണം പറയും. ഇപ്പം നരേന്ദ്രമോദിനെയൊക്കെ ഇപ്പം ഞാനും നിങ്ങളും കാണണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. അതിനിപ്പോൾ എന്ത് ചെയ്യണം? അതിനിപ്പോൾ BJPയുടെ MP അല്ലെങ്കിൽ വലിയ നേതാക്കന്മാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കാണണം. അവരെടുത്തേക്ക് തന്നെ നമുക്ക് പോകാൻ പറ്റൂല. അതിന് ലോക്കൽ മെമ്പർമാരെയൊക്കെ വിളിക്കണം. എങ്ങനെയൊക്കെയാണ് ഒരു കാര്യം നേടുന്നത്?
രാജാതിരാജനായ റബ്ബിൻ്റെ അടുത്തേക്ക് നേരെ നമ്മക്കാണ് ചെന്നാലാണ് പറ്റുന്നൊക്കെയാണ് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കാൻ നമുക്കാണ് പറ്റുമോ എന്നാണ് ചോദിച്ചാൽ നമ്മൾ പറയും ഒരു പറഞ്ഞിടത്തും കുറച്ചൊക്കെ കാര്യമുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ കാര്യമില്ല ഇതിൽ. ഇത് റബ്ബാണേ, ഇത് റഹ്മാനായ റബ്ബാണ്, നമ്മെ പടച്ചവനാണ്, നമ്മെ സൃഷ്ടിച്ചവനാണ്. അവൻ പറയട് ഉദൂനി എന്നെ വിളിച്ചോളി, ഞങ്ങൾക്ക് ഉത്തരം തരാം, ഞങ്ങളെ കണ്ട നാടിയേക്കാൾ അടുത്തവനാണ്. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, മനുഷ്യന്റെ ജീവനാടിയേക്കാൾ ഞാൻ അടുത്തവനാണ്. അപ്പം അങ്ങനെ ഏറ്റവും നമ്മോട് റഹ്മത്തും റഹീമുമാണ്, റഹ്മാനാണെന്നൊക്കെ പറയുന്ന റബ്ബ് ആ നിലക്ക് നമ്മളോട് പറയുമ്പോൾ അറേബ്യൻ മുശ്രിക്കുകൾ പലപ്പോഴും എന്ത് ചെയ്തില്ല, നേരിട്ട് അള്ളാഹിലേക്ക് അടുക്കാൻ ശ്രമിച്ചില്ല. അവർ പറഞ്ഞ ന്യായമാണ് ഈ രണ്ട് ന്യായവും. ഒന്ന് സൂറത്ത് സുമർ, നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. സൂറത്ത് സുമറിലെ ആദ്യ ഭാഗത്താണ്, രണ്ടാമത്തെ ആയത്തിലാണ് മാൻ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ എന്ന് പറഞ്ഞത്. പിന്നെ മറ്റൊരു സൂറത്ത് യൂനുസിലുമാണ് ആ വചനമുള്ളത്, ആയത്തെ നമ്പർ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഈ തത്വപ്രകാരം, ഈ ഒരു വാദപ്രകാരമാണ് ഇന്ന് പലരും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പച്ചയായി പ്രസംഗിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. എന്ത്? അള്ളാഹ് നേരിട്ടാണ് വിളിച്ചാൽ ഉത്തരം കിട്ടുമോ എന്ന് ഉറപ്പില്ല. അത് ഉറപ്പില്ല കാര്യമല്ല. നേരെ മറിച്ച് മഹാത്മാക്കളിലൂടെ ചോദിക്കുന്നതാണ് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലത്. ഒന്ന്, ഒരു പടി കൂടെ കടന്നിട്ട് മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കാണ്, ഞാൻ നേരിട്ട് അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കുകയുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടോ മഹാത്മാക്കളോടോ പ്രാർത്ഥിക്കുകയില്ല, അല്ലെങ്കിൽ ഇടയാളന്മാരാക്കി അവരെ വിളിച്ച് തേടുകയില്ല എന്ന് പറയുന്നവർ മുനാഫിക്കുകളാണ്, ഒരു പഴച്ചോരാണ്. സത്യം എന്താണ്? സത്യം വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കൂ, 25 നബിമാരിൽ മിക്ക നബിമാരുടെയും വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള ദുആകൾ ഖുർആനിലുണ്ട്. ആർക്കും മറിച്ചു നോക്കാൻ പറ്റും. എല്ലാ ഭാഷയിലും ഇന്ന് ഖുർആനിൻ്റെ ട്രാൻസ്ലേഷനുകളുണ്ട്. വിശുദ്ധ ഖുർആൻ ആദ്യാന്തം ഒന്ന് പരിശോധിച്ചാൽ അതിൽ എമ്പാടും പ്രാർത്ഥനകളുണ്ട്. മഹാന്മാരായ നമ്മുടെ നബിമാരുടെ ദുആകളുണ്ട്. ആദം നബിയുടെ ദുആ, നൂഹ് നബിയുടെ ദുആ, മൂസാ നബിയുടെ ദുആ, ഇബ്രാഹിം നബിയുടെ ദുആ, പിന്നെ യൂനുസ് നബിയുടെ ദുആ, യൂസുഫ് നബിയുടെ ദുആ, പിന്നെ ഹൂദ് നബിയുടെ ദുആ, അയ്യൂബ് നബിയുടേത്, സക്കരിയ നബിയുടേത്, ഇന്ന് വേണ്ട ധാരാളം നബിമാരുടെ സ്വാലിഹീങ്ങളുടെ ഒക്കെ ദുആ ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ അല്ലെങ്കിൽ റബ്ബി അല്ലെങ്കിൽ റബ്ബന എന്നതല്ലാത്ത ഒരു അഭിസംബോധന ഇല്ല. ഒക്കെ അള്ളാഹിനോടാണ്. ഇവർ പറയുന്നത് നേർക്കുനേരെ പ്രാർത്ഥിക്കുന്നവരൊക്കെ മുനാഫിക്കുകളാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു തെറ്റ് ചെയ്താൽ, ഇപ്പോഴും അങ്ങനെയാണ്, നിങ്ങൾ നാട്ടിലെ മുസ്ലിയാക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കി, ഇന്നും ഇപ്പം ഞാനോ നിങ്ങളോ ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ പാപം പൊറുക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവെ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. നേരെ മറിച്ച് അവരെന്താ പറയണം? ആദ്യം റസൂലുള്ളാഹിനോട് പറയണം, നബിയെ ഞാൻ ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മാപ്പാക്കണം. അങ്ങനെ നബിനോട് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹിനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. എല്ലാവരും നേർക്ക് നേരെ അള്ളാഹിനോട് പറഞ്ഞാൽ അവരുടെ പാപം പൊറുക്കൂല എന്ന് ആയത്ത് അള്ളാഹ് അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്ന് വരെ ദുർവ്യാഖ്യാനിക്കുന്ന ഫൈസിമാര്, മുസ്ലിയാക്കന്മാര് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, ഏത് കാലത്തും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നതിനുമൊക്കെ ആളുകൾ പറയുന്നൊരു ന്യായം, ഇവരൊക്കെ ഞങ്ങൾക്ക് പരലോകത്തുള്ള റെക്കമെൻഡുകാരാണ്, ഞങ്ങൾക്കുള്ള രക്ഷകന്മാരാണ് എന്നതാണ്. ആ വാദത്തെ അള്ളാഹു തകർക്കുന്ന വചനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പരലോകത്തെത്തുമ്പോൾ അള്ളാഹ് ചോദിക്കും അവരോട് എന്നാണ്. റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകളോട് അള്ളാഹു ചോദിക്കുന്ന രംഗം, അതാണ് ഈ വചനം. ശരിക്കും നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം. അതിനാണ് ഞാൻ ഇത്രയും ആമുഖം ആ ആയത്തിൻ്റെ അർത്ഥം പറയുന്നതിൻ്റെ മുമ്പ് നിങ്ങളെ കേൾപ്പിച്ചത്. റബ്ബ് പറയണേ, വയൗമ യഖൂലു, അവൻ പറയുന്ന ദിവസം. ആരാത് പറയാ? അള്ളാഹു പറയുന്ന ദിവസം. അഥവാ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ചിരുന്ന, ശിർക്ക് ചെയ്തിരുന്ന ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. എന്താ പറയാ? നാദൂ, നിങ്ങളൊന്ന് വിളിക്കിൻ. നാദൂ, നിങ്ങൾ വിളിക്കൂ. നാദ എന്ന് പറഞ്ഞാൽ അർത്ഥം വിളിച്ചു എന്നാണ്. നാദ അത് എഴുതുമ്പോൾ അവസാനം ദാല് കഴിഞ്ഞാൽ അലിഫല്ല യാ ആണ്. അതാണ് നാദ. വെർബ് അങ്ങനെയാണ്, ക്രിയ ഫിഅല് മാദി.
പിന്നെ മുലാരി യുനാദി എന്നാണ്. നാദാ യുനാദി, വിളി എന്നുള്ളതിന് നിദാ എന്ന് പറയും. അപ്പൊ ഇവിടെ നാദൂ, നീ വിളിക്ക്, നാദൂ നിങ്ങൾ വിളിക്കണടാ, നിങ്ങൾ വിളിക്കൂ. പരലോകത്തുനിന്ന് അള്ളാഹു മഹ്ശർ എന്നുള്ളയുടെ കൽപ്പനയാണ്. അള്ളാഹു പറയുന്ന ദിവസം ഈ ശിർക്ക് ചെയ്യുന്ന ആളുകളോട് പറയും, നാദൂ വിളിച്ചു നോക്കിൻ. ആരെ? ശുറകാഇയല്ലദീന സഅംതും, നിങ്ങൾ എനിക്ക് പുറമേ നിങ്ങളുടെ രക്ഷകരാണെന്ന് വാദിച്ചിരുന്ന പങ്കാളികളെ. എനിക്ക് പുറമേ നിങ്ങളുടെ രക്ഷകരാണെന്ന് നിങ്ങൾ വാദിച്ചിരുന്ന നിങ്ങളുടെ പങ്കാളികളെ, എൻ്റെ പങ്കാളികളായിട്ട് നിങ്ങൾ കുറേ ആൾക്കാരെ പറഞ്ഞിരുന്നല്ലോ, അവരെയൊക്കെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കിൻ. സഹായിക്കാൻ വരട്ടെ അവര്. ഇവിടെ അവരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടല്ലേ നാട്ടിൽ അവർക്ക് വേണ്ടി പൂജ കൊടുത്തിരുന്നത്, അവർക്ക് വിളിച്ച് പ്രാർത്ഥിച്ചത്, അവർക്ക് നേർച്ച കൊടുത്തത്, അവരെ വിളിച്ചു തേടിയത് ഒക്കെ. പരലോകത്തേക്കാണ് ചെന്നാൽ മതി, അവരുണ്ടാവും രക്ഷക്ക്. ഞാൻ ഉണ്ടാവും അവിടെ, ഞാൻ അങ്ങനെ കൊടിയും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. എൻ്റെ കൊടിയുടെ ചുറ്റുങ്ങളാണ് വന്നു നിന്നാൽ മതി, നിൻ്റെ കെയർ ഓഫിൽ നിങ്ങളാണ് രക്ഷപ്പെടും. എൻ്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. എൻ്റെ മുരീദാരും നരകത്തിലില്ല, എന്നോട് നരകത്തെ കാക്കണ മലക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. മൊയ്‌ദി ശൈഖ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലുള്ള മാലപ്പാട്ടുകളിൽ കാണുന്ന വരികളാണ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ കെയർ ഓഫിൽ രക്ഷപ്പെടാമെന്ന്. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. എൻ്റെ മുരീദുകൾക്ക് ഇനി കുഴപ്പമുണ്ടെങ്കിലും ഞാൻ നല്ലവനാന്നുള്ള കെയർ ഓഫിൽ അവരെയൊക്കെ ഞാൻ സ്വർഗത്തിൽക്കാണ് കൊണ്ടുപോകുന്നു. അപ്പം ഇത് മാപ്പിളമാരുടെ കൂട്ടത്തിൽ ഇനി ഇതേ വാദം പറഞ്ഞ ക്രിസ്ത്യാനികളുണ്ട്, ഇതേ വാദം പറഞ്ഞ ഹിന്ദുക്കളുണ്ട്. അങ്ങനെ പരലോകത്തെക്കുറിച്ച് വളരെ ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിലൊന്നും അല്ലെങ്കിലും വികലമായ നിലക്കെങ്കിലും പരലോകത്തിലൊക്കെ വിശ്വസിച്ച ആൾക്കാരും അവിടെ തുണയും തണിയും സഹായികളുമൊക്കെ ആയിട്ട് പലരെയും സങ്കല്പിച്ചിട്ടുണ്ട്. അവരൊക്കെ വിളിക്കാൻ അള്ളാന്റെ കൽപ്പനയാണ്. പരലോകത്തെത്തിയിട്ട് വിളിക്കടാ, എല്ലാവരും വിളിക്കിൻ, നാദു വിളിക്കിൻ, ശുറകാഇ എൻ്റെ പങ്കാളികളായിട്ട്, അല്ലദീന സഅംതും എൻ്റെ പങ്കാളികളാണ്, നിങ്ങളുടെ രക്ഷകരാണെന്ന് നിങ്ങൾ വാദിച്ചിരുന്ന പങ്കാളികളില്ലേ, അവരെയൊക്കെ വിളിക്ക്. അപ്പൊ ഈ ആളുകളൊക്കെ അവരെ വിളിക്കും എന്നാണ് അള്ളാഹ് പറയുന്നത്. ഫദഅൗഹും ആണ്, ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ദഅൗഹും, ഈ വിളിച്ചു പ്രാർത്ഥിച്ച് പൂജിച്ചിരുന്ന ആളുകൾ നാളെ മഹ്ശറിൽ വെച്ച് ഇവരെയൊക്കെ സഹായത്തിന് വിളിച്ചു നോക്കും. രക്ഷിക്കണേ, കാക്കണേ, സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ ഇവിടെ ദുന്യാവിൽ ആരെയൊക്കെയാണോ അവർക്ക് പരിചയം ഉണ്ടായിരുന്നത് അവരൊക്കെ അവിടുന്ന് വിളിച്ചു നോക്കും. അല്ലാഹ് പറയാണ്, ഫലം യസ്തജീബൂ ലഹും, ഫലം യസ്തജീബൂ ലഹും, അവർ ഇവർക്ക് ഉത്തരം ചെയ്യുന്നതേ അല്ല. ഒരു ഉത്തരം ചെയ്യൂല, അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. കാരണം പരലോക കോടതിയിൽ മിണ്ടാൻ പറ്റൂല, മിണ്ടാൻ പറ്റൂല. എല്ലാ ശബ്ദങ്ങളും അടങ്ങി നിൽക്കുകയാണ്. കോടാനുകോടി ജനകോടികൾ ഇങ്ങനെ നിൽക്കുകയാണ് മഹ്ശറിൽ. ഒരക്ഷരം ഉരിയാടാൻ ഒരാൾക്കും അധികാരമില്ല, മിണ്ടാട്ടമില്ല. എല്ലാവരുടെയും കാൽപെരുമാറ്റം മാത്രമേ കേൾക്കൂ എന്നാണ് വിശുദ്ധ ഖുർആൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇല്ല ഹംസ, കാൽപെരുമാറ്റത്തിൻ്റെ ശബ്ദമല്ലാതെ വേറെ ഒന്നുമില്ല. ആരും മിണ്ടൂല. ഇവർ വിളിച്ച് സഹായത്തിന് തേടുകയാണ്, പക്ഷേ ഒരു ഉത്തരവും കിട്ടൂല. വജഅൽനാ ബൈനഹും മൗബിഖാ, വജഅൽനാ, നാം ആക്കുകയും ചെയ്യുന്നതാണ്, ബൈനഹും അവർക്കിടയിൽ, മൗബിഖാ, അഗാധമായ ഒരു നാശത്തിൻ്റെ ഗർത്തം. അവർക്കുള്ളൊരു ഒരു നാശം, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുന്ന നരകത്തീ കൊണ്ട് അവർക്കിടയിൽ അകലം സൃഷ്ടിക്കും. ഒരു രണ്ടു കൂട്ടർക്കും ഇടയിൽ മൗബിഖ് എന്ന് പറഞ്ഞാൽ ആ നിലക്കുള്ള ഒരു അകലം, നരകത്തിൽ അവരപ്പുറപ്പുറമായിരിക്കും. ഒരു സഹായികളും അവർക്കുണ്ടാവില്ല. എല്ലാവരും നരകത്തിലേക്കാണ് പോകുന്നത്, ഒരാളും അവരെ സഹായിക്കാനുണ്ടാവുകയില്ല. ഇത് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് വിവിധ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരുടെ വിളി കേൾക്കൂല, അവരെക്കാൾ വഴിപിഴച്ചവരാരാണുള്ളത്? നാളെ പരലോകത്തെത്തിയാൽ ഇവരൊക്കെ ഇതിനെ നിഷേധിക്കും. മാ കുൻതും ഇയ്യാനാ തഅ്ബുദൂൻ എന്ന് പറയും. നിങ്ങൾ ഞങ്ങളെ ആരാധിക്കുന്നവരായിരുന്നില്ല എന്ന് പറയും. കാരണം അവർ കൽപ്പിക്കാത്ത നിലക്ക് ആരാധന കൊടുത്ത മഹാന്മാരുണ്ട് ഇവിടെ.
ഇവരാരാധിച്ച ആളുകളുടെ കൂട്ടത്തിൽ ചീത്ത ആളുകൾ മാത്രമല്ല, സ്വന്തം ഞങ്ങളെ ആരാധിക്കണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഞങ്ങളെ ആരാധിക്കരുതേ, ഞങ്ങളെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ മഹാന്മാരും ഉണ്ട് അവിടെ. അവരെയും പരിപൂജിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊരിക്കലും നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളത് കൽപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഖുർആൻ സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു പ്രത്യേകമായ വളരെ ഹൃദയസ്പൃക്കായ ഒരു രംഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെയും മാതാവായ മറിയം ബീവിയെയും നിർത്തിയിട്ടൊരു ചോദ്യമുണ്ട്. നിങ്ങളാണോ ഇവരോട് നിങ്ങളെ വിളിച്ച് എനിക്ക് പുറമെ നിങ്ങളെ ആരാധിക്കാൻ നിങ്ങൾ ഓർഡർ കൊടുത്തിരുന്നോ? പരലോകത്ത് വെച്ചുള്ള ഒരു പ്രത്യേക ചോദ്യമാണ്, ഒരു പ്രത്യേക ക്രോസിംഗ് ആണത്. ആരെയാണ് ക്രോസ് ചെയ്യുന്നത്? ഈസാ അലൈഹി ഇസ്ലാമിനെയും മാതാവായ മറിയം ബീവിയെയും നിർത്തിയിട്ട് റബ്ബിന്റെ ചോദ്യമാണ്, എനിക്ക് പുറമെ നിങ്ങളെ രണ്ടുപേരെയും ആരാധിക്കണമെന്ന് നിങ്ങൾ കൽപ്പിച്ചിരുന്നോ? രണ്ടാളും അവിടെ വെച്ച് കൈമലർത്തിയിട്ട് പറയും, റബ്ബേ റബ്ബേ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഞങ്ങളത് ചെയ്യില്ല. നീ എന്താണോ ഞങ്ങളോട് അവരോട് പഠിപ്പിക്കാൻ പറഞ്ഞതെങ്കിൽ അതെന്തായിരുന്നു? അനിഅബ്ദുല്ലാഹ റബ്ബി വ റബ്ബക്കും, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാനെ ആരാധിക്കാവൂ, ഞങ്ങൾ ആരാധിക്കരുതേ എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെയും അവർ ചെയ്തതിന് റബ്ബേ ഞങ്ങൾ ഉത്തരവാദികളല്ല. വകുൻതു അലൈഹിം ഷഹീദ, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ ഞാൻ അതിന് സാക്ഷിയാണ്. ഫലമ്മാ തവഫൈതനി, നീ എന്നെ നിന്റെ അടുക്കലേക്ക് ഏറ്റെടുത്തതിന്റെ ശേഷം കുൻത അൻത റഖീബ അലൈഹിം, പിന്നെ അവരുടെ കാര്യം എന്താന്ന് ഞങ്ങൾക്കറിയില്ല, നിനക്കേ അറിയുള്ളൂ, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളതിന് സാക്ഷികളായിട്ടില്ല, ഞങ്ങളത് ചെയ്തിട്ടില്ല റബ്ബേ എന്ന് ഈസാ അലൈഹിസ്സലാം റബ്ബിൻ്റെ മുമ്പിൽ പ്രത്യേകം അവിടെ കൃത്യമായ ആ വിചാരണയുടെ ഘട്ടത്തിൽ മറുപടി നൽകുമെന്ന് സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും വകുൻതു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉണ്ടായിരിക്കെ അങ്ങനെ നടന്നിട്ടുള്ളൂ, ഞാൻ അതിന് സാക്ഷിയാണ്. ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം വ അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എന്നെ നിന്നിലേക്ക് ഏറ്റെടുത്തതിന്റെ ശേഷം പിന്നെ അവരെന്താ ചെയ്തത്? എന്നെ വിളിച്ചോ പ്രാർത്ഥിച്ചോ ആരാധിച്ചോ? ഞാൻ അറിയില്ല റബ്ബേ, എനിക്ക് പറയാൻ പറ്റൂല, ഞാനത് അറിഞ്ഞിട്ടില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ അടിയുറച്ച വിശ്വാസമാണ് ആകാശത്ത് എവിടെയോ നമുക്കറിയില്ല മഹാനായ ഈസാ അലൈഹിസ്സലാം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് പോലും ഇന്ന് ക്രൈസ്തവ ലോകം ഈസാ അലൈഹിസ്സലാമിനെ പൂജിക്കുന്ന വിവരം അറിയില്ലെന്ന സ്റ്റേറ്റ്മെന്റ് നാളെ പരലോക കോടതിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഈസാ അലൈഹിസ്സലാം സമർപ്പിക്കുന്ന ഖുർആൻ പറയുന്നത്. ആകാശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നിട്ടും അറിയുന്നില്ല. എന്നിട്ട് നമ്മൾ പറയുന്നത് മഹാത്മാക്കൾ മരിച്ചാൽ അവർക്ക് കഴിവ് കൂടുകയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തുള്ളതിനേക്കാൾ പവറാണ് മരിച്ചാൽ എന്നാണ്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ കാര്യവും കുട്ടികളുടെ കാര്യവും ജോലിയുടെ കാര്യമൊക്കെ നോക്കണം. മരിച്ചാൽ പിന്നെ ഈ മുരീദന്മാരെ കാവൽ മാത്രം വരെ പണിയെന്നാണ്. നമ്മൾ ആരെങ്കിലും ദ്വയർക്കുണ്ടോ? എന്താ ഇപ്പോൾ വേണ്ടത്? കുട്ടിനെ വേണോ? ജോലി വേണോ? വിസ വേണോ? വിസ വേണ്ടേ? ആൺകുട്ടി വേണോ? പെൺകുട്ടി വേണോ? അതൊന്നും വേണ്ടേ? ആരൊക്കെ എന്നോട് ചോദിക്കണം നോക്കി ഇങ്ങനെ കബറ് കിടക്കുക വരുമെന്നാണ് ഇവരുടെ ധാരണ. ഈ വിഡ്ഢിത്തത്തിന് ഇസ്ലാം കൂട്ടു നിൽക്കുന്നില്ല. അപ്പം സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ വിളിച്ചോളൂ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞ ശൈത്താന്മാരുണ്ട്, ധിക്കാരികളുണ്ട്, ആൾദൈവങ്ങളുണ്ട്. ഇതൊന്നും അറിയാത്ത നിരപരാധികളായ മഹാന്മാരായ അമ്പിയാക്കളുണ്ട്. അമ്പിയാക്കളെ അല്ലാഹു തആല അവരെ ഒഴിവാക്കും. അവരെ പൂജിക്കാനും ആരാധിക്കാനും കൽപ്പിച്ച ഈ ആൾദൈവങ്ങളുണ്ടല്ലോ, അവരും ഇവരൊക്കെ ഒന്നാകെ എല്ലാവരും കൂടെ ഇന്നക്കും വമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം, നിങ്ങളും നിങ്ങൾ പൂജിച്ചിരുന്ന സർവ്വവസ്തുക്കളും നരകത്തീയുടെ വിറകാണ് ഇന്നത്തെ ദിവസം. അള്ളാന്റെ ഓർഡറാണ്. എല്ലാവരും വലിച്ചിടും. പിന്നെ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കണം. ഇജി പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അങ്ങനെ ചെയ്തത് ഇങ്ങനെ. അപ്പം ശൈത്താൻ പറയും, ഞാനെന്ത് വഴിച്ചു? ഞങ്ങളോട് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. പറയുമ്പോൾക്ക് എൻ്റെ പിന്നാലെ കൂടാൻ ആരെങ്ങളോട് പറഞ്ഞ്? ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. ഇതൊക്കെ ഖുർആന്റെ വചനങ്ങളാണ്. ഞങ്ങൾ എന്ത് ചെയ്ത്? ശൈത്താൻ ചോദിക്കാണ്. സൂറത്ത് ഹജ്ജിലുണ്ട്. ശൈത്താൻ ചോദിക്കുന്നുണ്ട്. നരകത്തിൽ വെച്ച് ശൈത്താൻ്റെ ഒരു പ്രസംഗമുണ്ട്. ഹജ്ജിലല്ല, സൂറത്ത് ഇബ്രാഹിമിലാണ് എൻ്റെ ഓർമ്മ. അവിടെ കൃത്യമായ നിലക്ക് അവൻ നടത്തുന്നൊരു പ്രസംഗമുണ്ട്.
ഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദക്കും വവഅദൽ ഹഖ് വവഅദ്തുക്കും. അള്ളങ്ങളോട് വാഗ്ദത്തം ചെയ്തിരുന്നു, ഞാനും നിങ്ങളോട് ചില കരാറൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ആ കരാറ് പാലിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഞാൻ നിങ്ങളോട് വിളിച്ചിട്ടേയുള്ളൂ, നിങ്ങൾ എൻ്റെ പിന്നാലെ പോകുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കല്ലേ. വലൂമൂ അൻഫുസക്കും, നിങ്ങൾ സെൽഫ് നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. ശൈത്താൻ അവിടെ തോളൊഴിയുന്നു. അപ്പോൾ എല്ലാവരും അവിടെ വെച്ച് ഞങ്ങളെ പൂജിച്ചിട്ടില്ല, എങ്ങനെ പൂജിച്ചിട്ടില്ല, ഞങ്ങളറിയില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തോളൊഴിയും. ഇത് അല്ലാഹു ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമഹ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറ അന്നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അവർക്ക് ഇബാദത്ത് ചെയ്തതിനെ അവരവിടെ തള്ളിക്കളയും എന്നാണ്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. പിന്നെ ആരാ പരലോകത്തുണ്ടാകുക? അവിടെ അള്ള പറയുന്നത് വിളിച്ചു നോക്കിയടാ, വിളിക്കിൻ, ഇത്ര ആളുണ്ട് എന്നാ പറയുന്നത്, വിളിക്കിൻ, കാണട്ടെ, വരട്ടെ, സഹായിക്കട്ടെ. വിളിച്ചു നോക്കും, ഉത്തരം കിട്ടൂല. ഇവിടുന്ന് തന്നെ അള്ളാഹ് നമുക്ക് പറഞ്ഞു തരാണ്, വെറുതെ ആ വ്യാമോഹമൊന്നും വെച്ച് പരലോകത്ത് പോണ്ട, അമൽ ചെയ്ത് സത്യവിശ്വാസികളായി ജീവിച്ചോളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതൊക്കെ ഖുർആൻ വേറെയും സ്ഥലത്ത്, ഒരുപാട് സ്ഥലത്ത് അവരിങ്ങനെ പിന്നെ ഈ മനുഷ്യന്മാർ ശിർക്ക് ചെയ്ത ആളുകൾ പരലോകത്ത് വെച്ച് അവർക്കുണ്ടാകുന്ന സങ്കടം അവർ പങ്കുവെക്കുന്നതൊക്കെ ഖുർആൻ പല ആയത്തിലും പറയുന്നുണ്ട്. കേട്ടോ, അള്ളാഹ് പറയുന്നുണ്ട്, വമാ നറാ മഅക്കും ശുഫആകുമുല്ലദീന സഅംതും അന്നഹും ഫീകും ശുറക്കാ. പങ്കാളികളാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന ആരും ഇപ്പം നിങ്ങളെ കൂടെ കാണുന്നില്ലല്ലോ. എവിടെ പോയി അവരൊക്കെ? ആരും ഉണ്ടാവില്ല. പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്താനവരാരും ഉണ്ടാവില്ല. അതേ അവസരത്തിൽ നമുക്ക് ശുഫാകളായിട്ട് പ്രവാചകന്മാരുണ്ട്, മുത്ത് മുസ്തഫയുണ്ട്. അതൊക്കെ വേറെ വകുപ്പാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവാചകന്റെ ലോകത്ത് ഏറ്റവും വലിയ ശുപാർശ നടത്തുന്ന അശ്ശഫാഅത്തുൽ ഉളമാ, വമ്പിച്ച ശുപാർശ പരലോകത്ത് നിന്ന് മോമിനീങ്ങൾക്ക് വേണ്ടി നടത്തും. ആര്? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ റെക്കമെൻഡ് നമുക്ക് കിട്ടണം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഷഫായത്ത് നമുക്ക് പരലോകത്തുനിന്ന് കിട്ടണം. അതിനുള്ള വഴി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബിയെ, നിങ്ങൾ എനിക്ക് പരലോകത്ത് വെച്ച് റെക്കമെൻഡ് ചെയ്യണേ എന്ന് ഇവിടുന്ന് നബിയെ വിളിച്ച് തേടലല്ല, മറിച്ച് അള്ളാഹു പറഞ്ഞ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് മാത്രമാണ് നാളെ പരലോകത്ത് വെച്ച് ആര് ഷഫായത്ത് ചെയ്യുക? നബി തങ്ങൾ. ഒരിക്കൽ മഹാനായ സഹാബി നബി തങ്ങളോട് വന്നിട്ട് ചോദിച്ചു, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമത്തി യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലെ, നാളെ പരലോകത്ത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതാണല്ലോ, ആ റെക്കമെൻഡ് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരായിരിക്കും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, എന്ത്? അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത നിലക്ക് ആരൊക്കെ മരിച്ചുപോയോ അവർക്കാണ് എൻ്റെ റെക്കമെൻഡ് കിട്ടുക, അവർക്കാണ് എൻ്റെ റെക്കമെൻഡ് കിട്ടുക. അപ്പം മുത്ത് മുസ്തഫ നരകത്തിയിൽ കിടക്കാൻ അവകാശപ്പെട്ട കുറേ ആളുകൾ നരകത്തിയിൽ മോമിനീങ്ങൾ തന്നെയാണ്, പക്ഷേ പാപം ചെയ്തിട്ടുണ്ട്. ആ പാപികളായ ആളുകളെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് മുത്ത് മുസ്തഫ പറയും. അതിനെവിടെ ഇഷ്ടപ്രകാരം പറയണതല്ല, അള്ളാഹു ഒരു ബോർഡർ നിശ്ചയിച്ചു കൊടുക്കും, അതിൻ്റെ അകത്തുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അതാരാണ് അള്ളാഹ്ക്ക് അറിയാം. അതിൽ പെടുത്തണേന്നാണ് നമ്മൾ അള്ളാഹിനോട് പറയണത്. അള്ളാഹുവെ, മുത്ത് മുസ്തഫയുടെ നിൻ്റെ നബിയുടെ ശുപാർശക്ക് എനിക്ക് തൗഫീക്ക് തരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ റെക്കമെൻഡ് കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പല സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, സ്വലാത്ത് അധികരിപ്പിച്ചാൽ, നമ്മൾ കഴിയുന്നത്ര സ്വലാത്തുകൾ അധികരിപ്പിക്കണം. അതിലൂടെ നാളെ പരലോകത്ത് വെച്ച് മുത്ത് മുസ്തഫയുടെ ഷഫായത്തിന് നമുക്ക് യോഗ്യരാകും. മറ്റൊന്ന്, ബാങ്ക് വിളിക്കുന്നവർ പറയുന്നത് പോലെ കേൾക്കുന്ന നമ്മളും പറയണം. ബാങ്കിന് മറുപടി പറയണം. നമുക്കതൊക്കെ കുറവാ. തൊട്ടപ്പുറത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നുണ്ട്, നമ്മൾ വർത്താനമൊന്നും നിർത്തൂല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബാങ്ക് കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചത് കേൾക്കണം, ഉത്തരം പറയണം. അതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് നിശ്ചയിക്കപ്പെട്ട ദിക്ർ പറയണം.
ദുആ പറയണം. അതെന്താ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന് തുടങ്ങിയ പ്രാർത്ഥന പറയണം. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി, എൻ്റെ റെക്കമെൻഡ് നാളെ പരലോകത്ത് അവന് കരസ്ഥമാകും. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പം അങ്ങനെ അതിനുള്ള മാർഗം അതാണ്, അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുക. കാരണം റബ്ബ് തൃപ്തിപ്പെടുന്നവർക്ക് വേണ്ടിയല്ലാതെ അവിടെ പരലോകത്ത് ആരും എന്ത് ചെയ്യൂല, ശുപാർശ ചെയ്യൂല. അപ്പം ആരെയാ പ്രീതിപ്പെടുത്തേണ്ടത്, ആരെയാ തൃപ്തിപ്പെടുത്തേണ്ടത്? അള്ളാഹുവിനെ. അത്രയേ ഉള്ളൂ ഇത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ പരലോകത്ത് ആരും ശുപാർശ അല്ല എന്ന് പറയുന്നത്, അപ്പം ഖുർആൻ നിഷേധികളാങ്ങളല്ലേ എന്ന് ഒരാൾക്കും ഇത് കേൾവിക്കാരന് തെറ്റിദ്ധരിക്കണ്ട എന്ന നിലക്കാണ് ഞാൻ ആ വശം പ്രത്യേകം എടുത്ത് പറയുന്നത്. അതേ അവസരത്തിൽ മുശ്രിക്കുകൾ പറയുന്ന ശഫായത്തുകാർ അങ്ങനെയല്ല. അതെന്തായാലും വേണ്ടില്ല, അവിടെ രക്ഷപ്പെടുത്താനാക്കുക. അത് അവർ പറഞ്ഞാൽ അള്ളാഹ് കേൾക്കും. ആ നിലക്കൊക്കെ അവിടെ വലിയ സ്വാധീനം അവർക്കുണ്ട്. അതിനുവേണ്ടി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇവിടെ ചില ക്രിയകളൊക്കെ ചെയ്യണം. അതിനാണ് ജാറം മൂടുന്നതും വിളക്ക് കത്തിക്കുന്നതും നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടുന്നതും പിന്നെ അവർക്ക് വേണ്ടി അറവ് നടത്തുന്നതും അവർക്ക് വേണ്ടി പ്രത്യേകമായ ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തണവും ചന്ദനക്കുടവും ഉറൂസും ആണ്ട് നേർച്ച ഇങ്ങനെ അടിയന്തരം നേർച്ചച്ചോറ് അത് ഇത് എന്നൊക്കെ പറയണെന്തിനാ? മഹാത്മാക്കളെ പ്രീതിപ്പെടുത്താനാണ്. അങ്ങനെ അവർ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ അള്ളാഹിനോട് എന്ത് ചെയ്യും? കാര്യം പറയാം. അപ്പം നമുക്ക് വേഗം പിന്നെ നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. ഖബറിലെ ചോദ്യം വരെ ഉണ്ടാവില്ല എന്നല്ലേ? ഖബറിൽ ചോദിക്കുമ്പോൾ തന്നെ ആ മലക്കീണ് വന്ന മുൻകർ നക്കീറണെന്ന് ആദ്യം ചോദിക്കുന്നതാണ്, ഈ ആരുടെ മുരീദാ? ഞാൻ മൊയ്തീൻ ഷേഖിൻ്റെ തരീഖത്തിലെ മെമ്പറാ, എന്നാൽ ഞങ്ങൾ പോവാണ്, ഞങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടിയില്ല. അങ്ങനെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരിക്കൽ മുൻകർ നക്കീർ ഒരു മുരീദിനെ ചോദ്യം ചെയ്തു. ചോദിച്ചപ്പോൾ ഒക്കെ മൂപ്പര് ഉത്തരം പറയണില്ല. ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുന്നത് യാ ഔസിയ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ്. ഖബറിന്നേ മുൻകർ നക്കീർ ദേഷ്യം പിടിച്ചു. കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ഒറ്റ അടി കൊടുക്കാൻ ഓങ്ങിയുള്ളൂ. പെട്ടെന്ന് പിന്നുന്ന ഒരാൾ ആരാന്നറിയില്ല വടി പിടിച്ചാണ് ഉണ്ടായി. നോക്കുമ്പോൾ മൊയ്തീൻ ഷേഖാണ്. അള്ളാൻ്റെ അടുത്ത് ചെന്ന് മലക്കുകൾ പോയിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞു. അപ്പോൾ മലക്കുകളോട് അള്ളാഹ് പറഞ്ഞു, അത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, എൻ്റെ മെഹബൂബായ എൻ്റെ മഅ്ശൂഖായ ഒരു മുഹീദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അത് മൂപ്പരായിരിക്കും, മൂപ്പരോട് പോയിട്ട് കാരണം തിരക്കിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ മലക്കുകൾ രണ്ടാളും അത് എവിടെയെന്ന് ചോദിച്ചു. അതിൻ്റെ അർശിൻ്റെ താഴത്ത് റെസ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ മൊയ്തീൻ ഷേഖ് അവിടെ ഉണ്ട്. എന്താ പോകുന്നു? അല്ല, ഞങ്ങൾ ആ വടി കിട്ടാനായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം അറിയാതെ ചെയ്തു പോയി. ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, അതറിയാതെ പറ്റിപ്പോയതല്ലേ. ഇനി നിങ്ങൾ ഖബറിലേക്ക് ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ ആദ്യം ചോദിക്കണം, ഈ ആരുടെ മുരീദാണ്, ഇനി ഏത് തരീഖത്തിലെ മെമ്പറാന്ന് ചോദിക്കണം. അപ്പോൾ മൊയ്തീൻ ഷേഖിൻ്റെ എൻ്റെ ഖാദിരിയ തരീഖത്തിലെ മെമ്പറാണെന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യം പാടില്ല. കുറച്ചു എന്നാൽ അതവടി. ഇതൊന്നും നമ്മളൊരാളെക്കുറിച്ച് വെറുതെ ഒരു തമാശ പറയണമെന്നില്ല. രേഖ സംസാരിക്കുന്നു, നമ്മുടെ കയ്യിലുണ്ട്. ഇവരെഴുതിയ ഗ്രന്ഥങ്ങൾ, ഇവരുടെ പുസ്തകങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈ വിഷയത്തിൽ ഈ കൗമിനോടാണ് നമുക്ക് തൗഹീദ് പറയാനുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ജനതയുടെ മുമ്പിലാണ് നമുക്ക് ദഅവത്ത് നടത്താനുള്ളത്. ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതിനൊക്കെ എതിരെ നിങ്ങൾ പറഞ്ഞാൽ പറയും, ഈ പുത്തന്മാതിയാണ്, എന്നോട് സലാം പറയാൻ പാടില്ല, എൻ്റെ പിന്നെ തുടരാൻ പാടില്ല, എനിക്ക് പെൺകുട്ടിനെ കെട്ടിച്ചേരാൻ പാടില്ല, എൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ അങ്ങോട്ട് എടുക്കാൻ പാടില്ല, ഇജ് മരിച്ചാൽ നെയ്യത്തിക്കരിക്കാൻ പാടില്ല, ഇജ് രോഗം വന്നാൽ രോഗം കാണാൻ വരാൻ പാടില്ല, ഈ പഴച്ചോനാണ്, പഴപ്പിക്കുന്നവനാണ് എന്നൊക്കെ പറയുന്നത്. ഒന്ന് നോക്കൂ നിങ്ങൾ, എത്ര സങ്കടമാണ്. അപ്പം ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ വെച്ചുകൊണ്ട് നടക്കുകയാണ്. പരലോകത്ത് ഒക്കെ പലരുടെയും കെയർ ഓഫിലാണ് രക്ഷപ്പെടുന്നതാണ് പലരും വിശ്വസിക്കുന്നത്. നടക്കൂല, അവിടെ നടക്കൂല. അവിടെ റബ്ബ് തൃപ്തിപ്പെട്ടവർക്കല്ലാതെ രക്ഷ ഉണ്ടാവില്ല. പിന്നെ റബ്ബിൻ്റെ തൃപ്തി കിട്ടിയാൽ അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള റെക്കമെൻഡുകാരുടെയൊക്കെ റെക്കമെൻഡിന് നമ്മൾ യോഗ്യരാകും. അതിന് അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ റസൂല് നമുക്ക് നിശ്ചയിച്ചു തന്ന മുസ്തഖീമായ റൂട്ടുണ്ട്, അതിലൂടെ പോവുക. അല്ലാത്തതൊക്കെ ശൈത്താൻ നിശ്ചയിക്കുന്ന റൂട്ടാണ്. ശൈത്താൻ ഇവിടുന്നും കൈയൊഴിയും, മഹ്ശറിന്നും കൈയൊഴിയും. ഞാൻ അറിയില്ല എന്ന് പറയും. അതുകൊണ്ടാണ് അള്ളാഹ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇതൊക്കെ പറയണം. അവിടെ വെച്ച് സഹായികളുണ്ട് എന്നൊക്കെ കയറി വിചാരിച്ച് അവിടെ വന്ന് വിളിച്ചു നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. അവിടെ നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല. എല്ലാവരും നിങ്ങളെ കൈവിട്ടു പോകും. നിങ്ങളെ ശത്രുക്കളായിരിക്കും അവർ, അഅദാഉകളായിരിക്കും അവർ എന്നാണ് അള്ളാഹ് പറയണത്. നിങ്ങൾ വലിയ ക്ലോസ് ആണെന്ന് വിചാരിച്ചിരുന്നില്ലേ, അവരൊക്കെ നിങ്ങളെ ശത്രുക്കളായിരിക്കും. എത്ര സ്നേഹത്തോടെയാണ് അള്ളാഹു നമ്മൾ. അതുകൊണ്ട് തൗഹീദൊന്നും വിടരുത്. നമ്മളെ പ്രാർത്ഥനകളെങ്കിലും അതേ അവസരത്തിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖുകൾ അവരൊക്കെ നമ്മുടെ വലിയ മാതൃകാ റോൾ മോഡലുകളാണ്, വലിയ മഹാന്മാരാണ്.
അവരോടൊക്കെയുള്ള സ്നേഹവും മഹബത്തും നമ്മുടെ ഹൃദയത്തിൽ നിറയണം. അതെങ്ങനെയാ? അവർ നമുക്ക് കാണിച്ചു തന്ന ഒരു കൃത്യമായ പാതയുണ്ട്, തൗഹീദിൻ്റെ പാത. അവരൊക്കെ അള്ളാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിച്ചോരാ. ആ വഴിയിലൂടെ നീങ്ങിയിട്ട് അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. അങ്ങനെ സ്നേഹിച്ചാൽ അവരുടെയൊക്കെ കൂടെ നമുക്ക് സ്വർഗത്തിൽ വേദി പങ്കിടാൻ പറ്റും. അതാ അള്ളാഹ് പറഞ്ഞത്, അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അവരൊക്കെ എത്ര നല്ല കൂട്ടുകാരാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് സൂറത്തുൻ നിസായിൽ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ ശൈത്താന് ഇടം കൊടുക്കാതിരിക്കാൻ നമ്മൾ നല്ല നോക്കുക. നമ്മളെ എല്ലാ വിധത്തിലും ശിർക്കിൽ തുടങ്ങി നിസ്സാരമായ കാര്യങ്ങളിൽ വരെ നമ്മളെ പഴപ്പിക്കാൻ ശൈത്താൻ ശ്രമിക്കും. നല്ല മുൻകരുതൽ വേണം, നല്ല ജാഗ്രത വേണം. നമ്മളെ കഠിന ശത്രുവാണ് ശൈത്താൻ എന്ന ചിന്ത വേണം. അതിന് നമുക്കുള്ള പ്രിക്കോഷനായിട്ട് നിശ്ചയിച്ചിരുന്ന അദ്കാറുകൾ ഒരിക്കലും കൈവിടരുത്. എത്ര പ്രയാസപ്പെട്ടുകൊണ്ടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അറിയാത്ത ദുആയുണ്ടോ ഉടനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, കൊണ്ട് നടക്കുമ്പോഴൊക്കെ ഒഴിവുപോലെ അങ്ങനെ പഠിക്കുക. ആ പഠിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ചൊല്ലുക, പിന്നെ അത് മറക്കൂല. അങ്ങനെ പഠിച്ചെടുക്കണം. നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ നമുക്ക് പഠിക്കേണ്ട ദുആകളും ദിക്റുകളും. അതൊക്കെ പിശാചിൽ നിന്ന് നമുക്കുള്ള പ്രൊട്ടക്ഷനാണ്, മറന്നു പോകരുത്. റഹ്മാനായ റബ്ബ് അവനെ മാത്രം രക്ഷാധികാരിയായി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ മാനിച്ചു മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകളും പോരായ്മകളുമൊക്കെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ല, നമ്മളൊക്കെയും വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ്. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ എല്ലാവരുടെയും വിഷമങ്ങൾ ഏത് വിധത്തിലുള്ളതാണെങ്കിലും നീ തീർത്തുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികളും ബന്ധപ്പെട്ടവരുമായ എല്ലാവർക്കും അള്ളാഹുവേ നീ സ്വർഗം നൽകണേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെയും അവരെയും കാത്തുരക്ഷിക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.